ബീഫ് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് വേവിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ടിട്ട് നമുക്ക് നല്ല ചൂടെണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്തത് ഇട്ട് നല്ലപോലെ വഴറ്റി അതിലേക്ക് നമ്മൾ വേവിച്ച് കൊണ്ടുവന്ന നമ്മുടെ ഇറച്ചിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ ഇറച്ചിയിൽ വേവിച്ച് കഴിയുമ്പോഴുള്ള വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം ആ വെള്ളം അതിൻ്റെ സത്താണ്, അത് കളഞ്ഞു കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ഉണ്ടാവില്ല. അത് ആ വെള്ളം ഇട്ട് കൊടുത്ത് ശരിക്കും വറ്റിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ആ കൂട്ടത്തിലേക്ക് 2 സവാളയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ ആ സവാള ആ വെള്ളത്തിലേക്ക് കിടന്ന് വെന്ത് വന്നോളും, ജ്യൂസി ആയിക്കോളും. പിന്നെ ഇതിലേക്ക് മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. നല്ല കാണാനൊക്കെ നല്ല ഭംഗിയായി വരുന്നുണ്ട്. ഇനി കണ്ടോ, കൊതിയാവുണ്ട് ശരിക്കും. പിന്നെ അതിലേക്ക് നല്ല അതിൻ്റെ നല്ല നെയ്യുള്ള ഇറച്ചി ആയതുകൊണ്ടിട്ട് നെയ്യാണ് ആ കിടക്കട കാണുന്നത്. ഇനി അതിലേക്ക് നല്ല കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ കുരുമുളക് പൊടി ഒത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇടക്കിടക്കായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇടക്കിടക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോഴത്തെ കണ്ടില്ലേ, സവാളയൊക്കെ നമ്മൾ ശരിക്കും നല്ല ജ്യൂസി ആയിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഫ്രൈ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.